സ്കാനിങ് കഴിഞ്ഞെന്നെ പുറത്തെ കസേരയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവൾ ഡോക്ടറെ കാണാൻ പോയി. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം സ്കാനിങ്ങും മറ്റും പരിശോധനകളും ഒക്കെ നടത്തിയതായിരുന്നു. അന്ന് കുറേ മരുന്നുകൾ കഴിക്കാൻ തന്നിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടെ തലവേദന വരുമായിരുന്നു. അപ്പോഴൊക്കെ പെയിൻ കില്ലറുകൾ കഴിച്ച് വേദന മാറ്റുകയായിരുന്നു പതിവ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം കാഴ്ച മങ്ങുകയും ബോധം പോവുകയും ചെയ്തപ്പോഴാണ് ആദ്യമായി ഹോസ്പിറ്റലിലെത്തിയത്. അന്ന് കുറേ പരിശോധനകളൊക്കെ നടത്തിയെന്നും പക്ഷേ എല്ലാം നോർമൽ ആയിരുന്നുവെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇന്ന് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ അവളെയും കാത്തിരിക്കുകയായിരുന്നു. ഡോക്ടറുടെ റൂമിൻ്റെ ഹാഫ് ഡോർ തുറന്ന് അവൾ നടന്നു വരുന്നത് കണ്ട് എൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. എന്തു പറഞ്ഞടി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹേയ്, എന്തു കുഴപ്പം? ഒന്നുമില്ല. ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെയാണ് അവൾ മറുപടി പറഞ്ഞത്. എങ്കിൽ നമുക്കിറങ്ങാം, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാറായി. അവൾ ധൃതി വെച്ചപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് അവളോടൊപ്പം ചെന്നു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം, നിങ്ങളധികം സ്ട്രെയിൻ എടുക്കണ്ട. എൻ്റെ ആരോഗ്യകാര്യത്തിൽ പണ്ട് മുതലേ അവൾക്ക് അതീവ ശ്രദ്ധയായിരുന്നു. എന്നാൽ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അവൾക്ക് യാതൊരു ആശങ്കയില്ലായിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗ്യാസ് പല രാത്രികളിലും അവളുടെ ഉറക്കം കെടുത്തുന്നുണ്ടായിരുന്നു. നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയുമായിരുന്നു. ആദ്യം നിങ്ങളുടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞ് അവൾ ഓരോ പ്രാവശ്യവും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. പഴയ ഊർജ്ജസ്വലതയും പ്രസരിപ്പും ഒന്നും അവൾക്കിപ്പോഴില്ല. എൻ്റെ അസുഖത്തെ തുടർന്ന് അവൾ സമയത്ത് ആഹാരമൊന്നും കഴിക്കാത്തത് കൊണ്ടാകാം ശരീരമാകെ മെലിഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഡ്രൈവിങ്ങിനിടയിൽ അവൾ എന്നെ ആക്റ്റീവാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മുതൽ ഞാൻ ഓഫീസിലേക്കും അവൾ സ്കൂളിലേക്കും ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം ബാങ്കിലെ പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവൾ ബാങ്കിൽ ചെന്നിരുന്നുവെന്ന് മാനേജർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. അല്ല, അത് വേറൊന്നിനുമല്ല. ആ ഇൻഷുറൻസിൻ്റെ കഴിഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിക്കിടക്കുമായിരുന്നല്ലോ, അതടയ്ക്കാനായിട്ടാണ് വന്നതെന്ന്. ആ കൂട്ടത്തിൽ ഹൗസിംഗ് ലോണിൻ്റെ ഇൻഷുറൻസ് 2 വർഷത്തേക്ക് കൂടി പുതുക്കുകയും ചെയ്തു. അല്ല, അത് നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് നിന്ന നിൽപ്പിലല്ലേ ആൾക്കാർ വടിയാകുന്നത്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മക്കളുടെ പേരിൽ ബാധ്യതകളൊന്നും വരാൻ പാടില്ലല്ലോ. നല്ല കാര്യമാണ് മിസ്സസ് ചെയ്തത്. മാനേജർ ഭാര്യയെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. കുറച്ചുനാൾ മുമ്പ് വരെ അവൾ എന്നോട് തർക്കിച്ചതായിരുന്നു. വെറുതെ എന്തിനാണ് ഹൗസിംഗ് ലോണിൻ്റെ EMIക്കൊപ്പം ഇൻഷുറൻസ് തുകയായി 3000 രൂപ അധികം അടയ്ക്കുന്നതെന്ന്. ആ അവൾ തന്നെ ഇപ്പോഴത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെയും അവളുടെയും പേരിലാണ് ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത്. അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അവളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടും എന്തിനാണ് ധൃതി പിടിച്ച് അവൾ ഇതൊക്കെ ചെയ്തതെന്ന ചിന്ത എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. പറയ്, നമുക്ക് 2 ആൾക്കും ഇപ്രാവശ്യത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകണം. എടി, അതിന് കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്തവർ തന്നെ ക്യൂവിലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? അത് സർക്കാർ കോട്ടയല്ലേ, നമുക്ക് പ്രൈവറ്റായിട്ട് പോകാം. എടി, അതിന് ലക്ഷങ്ങൾ വേണം. മാത്രമല്ല നല്ല പ്രിപ്പറേഷനും വേണം. ബാധ്യതകൾ മുഴുവനും തീർക്കണം. നമ്മുടെ സ്വത്തുക്കളൊക്കെ അനന്തരാവകാശികൾക്ക് എഴുതണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. നാളെ തന്നെ മക്കളുടെ 2 പേരുടെയും പേരിലേക്കും തുല്യമായി സ്വത്തുക്കൾ ഭാഗം വയ്ക്കണം. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തീർക്കണം. നിങ്ങളൊന്ന് ഉഷാറായാൽ എല്ലാം നടക്കും. അവൾ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവളുടെ നിർബന്ധപ്രകാരം ഞാൻ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഹജ്ജിനുള്ള വിസയും ടിക്കറ്റും ഒക്കെ ശരിയായി. ആ സന്തോഷവാർത്ത നേരിട്ട് അറിയിക്കാനാണ് ഞാൻ വീട്ടിലേക്ക് ഓടിയെത്തിയത്. പക്ഷേ ഹാളിലും അടുക്കളയിലും ഒന്നും അവളെ കാണാഞ്ഞത് അവസാനം ബെഡ്റൂമിലെത്തിയപ്പോൾ അവൾ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. ഇത് പതിവില്ലാത്തതാണല്ലോ. ഡീ, ഇതെന്ത് കിടപ്പാണ്? ഒന്ന് എഴുന്നേറ്റെ, ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. ഞാൻ അവളെ തട്ടി വിളിച്ചു. പക്ഷേ അവൾ അനങ്ങുന്നില്ല. എൻ്റെ ഉള്ളൊന്ന് കാളി. വിറയലൂടെ വീണ്ടും ഞാനവളെ ഉറക്കെ വിളിച്ചു. ഇല്ല, യാതൊരു റെസ്പോൺസും ഇല്ല. പുറംതിരിഞ്ഞു കിടന്ന അവളെ ഞാൻ എൻ്റെ നേരെ തിരിച്ചു കിടത്തി. അപ്പോഴാണ് അവളുടെ ശരീരം നന്നായി തണുത്തിരിക്കുകയാണെന്നും അവളിനി വിളി കേൾക്കില്ലെന്നും എനിക്ക് മനസ്സിലായത്. എൻ്റെ തൊണ്ടയിൽ തിങ്ങി നിറഞ്ഞ സങ്കടം പുറത്തേക്ക് ചാടാൻ കഴിയാതെ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഡയറി ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ അവസാന പേജുകൾ ഞാൻ വായിച്ചു നോക്കി. എൻ്റെ പ്രിയനെ, എനിക്ക് അസുഖം മൂർച്ഛിച്ചപ്പോൾ നിങ്ങളോട് പറയാതെ ഞാനൊരിക്കൽ ഡോക്ടറെ പോയി കണ്ടിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെക്കപ്പുകൾ നടത്തിയത്. അപ്പോഴാണ് ആ നടുക്കുന്ന സത്യമറിഞ്ഞത്. ലിവർ സിറോസിസ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധം ഞാൻ മരണത്തോട് നിൽക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു.
എൻ്റെ മരണസമയത്തല്ലാതെ നിങ്ങളത് ഒരിക്കലും അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. എൻ്റെ മരണശേഷം നിങ്ങളെ ഡയറി വായിക്കുവാൻ വേണ്ടിയാണ് എനിക്ക് അസുഖം മൂർച്ഛിക്കുമ്പോഴൊക്കെ ഞാനതെടുത്ത് കയ്യിൽ വെക്കുന്നത്. ആ ഡയറിയിലെ അവസാനത്തെ പേജ് കൂടി അയാൾ വായിച്ചു. പിന്നെ ഒരു രഹസ്യം കൂടി ഉണ്ടായിരുന്നു. അതറിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുമെന്നും ആ ഷോക്കിൽ നിങ്ങൾ ചിലപ്പോൾ മരണപ്പെടുമെന്നും ഭയന്നാണ് ഞാൻ ഇതുവരെ മറച്ചുവെച്ചത്. പക്ഷേ മരണത്തിലേക്കാണെങ്കിൽ പോലും നിങ്ങളില്ലാതെ തനിച്ച് എനിക്കൊന്നിനും ആവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് അവസാനത്തെ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് ഡോക്ടർ പറഞ്ഞത്. എന്നെപ്പോലെ തന്നെ നിങ്ങളും മരണമുനമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാനില്ലാതെ വരുമ്പോൾ അസുഖബാധിതനായി നിങ്ങൾ കിടപ്പിലായാൽ എന്നെപ്പോലെ നിങ്ങളെ ക്ഷമയോടെ പരിചരിക്കാൻ ആരും ഉണ്ടാവില്ല. അതോർത്തിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രയാസം. ഇവിടെ ജീവിച്ചതുപോലെ പരലോകത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. നിങ്ങളെയും കാത്ത് ഞാൻ അവിടെ ഉണ്ടാകും. പിന്നെയും എന്തൊക്കെയോ അവൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ണുനീര് വീണ് പടർന്നിരിക്കുന്നു. എത്ര വായിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കാഴ്ച മങ്ങുന്നു. എൻ്റെ ശരീരം വേദന കൊണ്ട് പുളയുന്നു. എൻ്റെ തലയിൽ ആരോ വലിയ ചുറ്റിക കൊണ്ട് ശക്തിയോടെ പ്രഹരിക്കുന്നു. വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ അലറുന്നുണ്ട്. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ചുറ്റിനും ആരൊക്കെയോ ഓടിക്കൂടുന്നു. അപ്പോഴൊക്കെയും എൻ്റെ കണ്ണിൽ അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.